ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ വിളിച്ചുകൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി നമ്മുടെ ജീവിത മാർഗങ്ങളിലെല്ലാം നന്മയുടെ വഴികളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി ഔ ദുല്ലനി അലാ അമലിൻ യദ്ഖുലുൽ ജന്ന. എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം നബിയേ. ആ സത്കർമ്മം ഞാൻ ചെയ്താൽ, അങ്ങ് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം. അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, കുൻ മുഅദ്ദിന. നീ ആരാകണം? മുഅദ്ദിനാണ്. മോദിനല്ല, പിന്നെ മോദി എന്നല്ലേ വിളിക്കുന്നത്? സാധാരണ മോദി സാധാരണ വിളിക്കാറുള്ള അങ്ങനെയല്ല. എന്താ പ്രയോഗം? മുഅദ്ദിൻ എന്നാണ് അതിന്റെ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറഞ്ഞു, കുൻ മുഅദ്ദിനൻ. നീ മുഅദ്ദിനാകണം, ബാങ്ക് വിളിക്കുന്നവനാകണം, എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം. ബാങ്ക് വിളി എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള, അല്ലെ, നമ്മുടെ പിന്നെ ഓരോ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലിക്കാരുണ്ട്. തൂക്കുകാരും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ജോലി ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ ജോലിയായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരു പണിയാണത് മുഖത്തിൻ പണി. അല്ല, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതാണ് ബാങ്ക് വിളി. അത് കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കിട്ടുന്ന അവസരം എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. നമുക്ക് ബാങ്ക് വിളിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റേയാൾ വിളിക്കട്ടെ എന്നല്ല, പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് വിളിക്കാനുള്ള അവസരം ഉണ്ടായാൽ വിളിക്കുക. ബാങ്ക് വിളിക്ക് ഏറ്റവും കൂടുതൽ ഉന്നതമായ പദവിയാണ്. ബാങ്ക് വിളിക്കുന്നവന്റെ ശബ്ദം പോകുന്ന ഭാഗത്തെല്ലാം മലക്കുകൾ ആ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമാണ്. ഒരു നാട്ടിൽ ബാങ്ക് വിളി നിൽക്കുന്നിടത്തോളം കാലം, ബാങ്ക് വിളി നിൽക്കുന്ന അല്ലെങ്കിൽ ബാങ്ക് വിളി നടക്കുന്ന ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ വിപത്തുകൾ അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിച്ചാൽ ബാങ്ക് വിളിയുടെ ആ ബാങ്ക് വിളി കാരണമായിട്ട് അള്ളാഹു തന്നെ വിപത്തിനെ തട്ടുമാറ്റുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു, കുൻ മുഅദ്ദിനൻ. നീ ആരാകണം? മുഅദ്ദിനാകണം, നമുക്ക് സ്വർഗത്തിലേക്ക് കിടക്കണമെങ്കിൽ. ആ സ്വഹാബി പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അത്രയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആളാണ്, എങ്കിൽ അങ്ങനെ വിളിക്കാൻ കഴിയാത്ത ആളാണ്. എനിക്കത് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് ആ മനുഷ്യരോട് പറഞ്ഞു, എങ്കിൽ കുൻ ഇമാമൻ. ആരാകണം? ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ആളാകണം. നിന്റെ പുറകിൽ നിസ്കാരത്തിന് വേണ്ടി നിന്റെ പുറകിൽ മഖ്മൂമികളായ ആൾക്കാരുണ്ടാകും. നീ അവർക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന ഇമാമായ ആളാകണം. അപ്പോഴും ആ പാവപ്പെട്ട സ്വഹാബി പറഞ്ഞു, എനിക്ക് കഴിയില്ല നബി, എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്, അതിനും എനിക്ക് കഴിയില്ല. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യരോട് പറഞ്ഞു കൊടുത്തു, ഫഖും ബിഹിസാഇൽ ഇമാം. ഇത് രണ്ടും നിനക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിനോട് അടുത്തു നീ നമസ്കാരത്തിൽ പങ്കെടുക്കണം. അത് പറ്റത്തില്ല. പൊളിക്കാൻ കഴിയില്ല, ഇമാമത്തേക്കാൻ കഴിയത്തില്ല, പിന്നെന്ത് ചെയ്യാം? മൂന്നാമത്തെ പണി നമുക്ക് എല്ലാവർക്കും കഴിയും. എന്ത് ചെയ്യും? ബാങ്കോളിക്ക് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സഫിൽ ഇമാമിനോട് തൊട്ടടുത്തായിട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ പുറകിലോ സൈഡിലോ ആയിട്ട് എന്ത് ചെയ്യാം? നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ അടുത്ത ഭാഗങ്ങളിലോ ഒന്നാമത്തെ സഫിലോ ഒക്കെ നമ്മൾ സ്ഥലമുണ്ടെങ്കിലും, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളിലായാലും ജുമാ നമസ്കാരങ്ങളിലായാലും ഏറ്റവും പുറകിൽ സ്ഥാനത്ത് കയറി പോകുന്നവരാണ് നമ്മൾ പലരും ഏറ്റവും പുറകില് സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് അന്വേഷിച്ച് പോകുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല. സ്വഹാബിയുടെയും അതുപോലെ സ്വഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നതിലും ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിനും വേണ്ടി മത്സരം നടത്തിയായിരുന്ന സ്വഹാബാക്കളുണ്ടായിരുന്നു. ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി അത്രയ്ക്ക് പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിയിരുന്ന സ്വഹാബാക്കൾ. അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു മാർഗമായി പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തുള്ള അവതരത്തിൽ നമ്മെ എല്ലാവരെയും സ്വർഗനിവാസികളിലും നമ്മുടെ ഇഷ്ടദാസന്മാരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.